ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് കേട്ടോ. കാരണം ഇത് ലച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. അത് പിറ്റേ ദിവസമാണ് കേട്ടോ. ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസമാണ് നമ്മൾ അമ്പലത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശിവൻ്റെ അമ്പലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലിക്ക് ഷീറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പേരിൽ നമ്മൾ പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് ഷീറ്റാക്കി അമ്പലത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കുറച്ച് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ വീട്ടിലിറക്കിയിട്ട് അവർ അച്ഛനും മക്കളും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ, പിന്നെ മുല്ലപ്പൂ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ രാവിലെ ഞാൻ പോകുമ്പോഴേക്കും സാമ്പാറും ഇഡലിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറുള്ള വെള്ളം അരിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പണികളൊക്കെ നോക്കണം. അമ്പലത്തിൽ പോയി വന്ന് ഡ്രസ്സൊക്കെ ഞാൻ മാറിയിട്ടാണ്. പിന്നെ ഇവിടെ കൊടുന്നാക്കിയിട്ട് അച്ഛനും മക്കളും കൂടിയിട്ട് ഗുരുവായൂർ പോയിട്ടുണ്ട്. അപ്പോൾ ലച്ചുവിനൊന്ന് മുല്ലപ്പൂന്ന് മേടിക്കണം. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ നടക്കിൽ നിന്നിട്ട് തോന്നിട്ട് വരാന്നിട്ട് അവർ പോയി. അപ്പോൾ എനിക്കിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പായസം ഉണ്ടാക്കണം, പിന്നെ അവിയൽ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയി. പറ്റണമെങ്കിൽ രാത്രി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരണ വഴിയിലെ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് വരും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചു, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു. ചോറിന് വെള്ളമിട്ടിട്ട് അരിയൊക്കെ ഇട്ടിട്ടാണ് പോയത് അമ്പലത്തേക്ക്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് അമ്പലം. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. വരുമ്പോഴേക്കും എന്നിട്ട് ഞാൻ പണികൾ വേഗം ചെയ്യാൻ നോക്കുകയാണ്. അവർ വരുമ്പോഴേക്കും കുറച്ച് നേരമാവില്ല. അപ്പോഴേക്കും പണികൾ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. കേക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അവർ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ചായ കുടിക്കട്ടെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചോറ് വെന്തത് ഊറ്റി വെച്ചു. അതിനുശേഷം ഞങ്ങൾ പായസം വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഇന്നൊരു ഓട്ടം ഉണ്ട് രാവിലെ തന്നെ. അപ്പോൾ അപ്പോഴേക്ക് പായസം ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. പക്ഷേ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാത്തൂൻ്റെ മോളനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവളേനും കൂടി വിളിച്ചു. കമ്പനിക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഈ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഉരുളിയൊക്കെ വെച്ച് തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ബോസിൻ്റെ പാലട മിക്സ് വെച്ചിട്ടാണ് ഈസി ആയിട്ട് കേക്കായിട്ട് വന്നിട്ടുണ്ട്. എന്തേ ഇതാണെന്താ മുല്ലപ്പൂ കിട്ടിയില്ലേ? ആ മുറിക്കാൻ നിങ്ങൾക്ക് പോണ്ടേ? എന്താ മുല്ലപ്പൂ കിട്ടിയില്ലേ? അവിടെ പൂ എടുത്ത പൂവ് എത്ര ഒരാള്? അയ്യോ അമ്പലത്തിൽ പോയവർ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് തീയൊക്കെ പിടിപ്പിച്ച് ഇരിക്കുന്ന സമയത്താണ് അവർ വന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കുകയാണ് കേട്ടോ. Happy birthday to you. Happy birthday to you.
അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലച്ചുവിന് ഇഡലി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ, വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവൾ ഇഡലി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസ പരിപാടികൾ തുടർന്നിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 ലിറ്റർ പാല് നമ്മൾ മേടിച്ചിട്ടുണ്ട്. സൊസൈറ്റിയിൽ നിന്ന് പോയിട്ട് ചേട്ടൻ കാലത്ത് തന്നെ വാങ്ങിച്ചു കൊടുന്നു. പിന്നെ 2 പാക്കറ്റാണ് കേട്ടോ, നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെയാണ് പായസം വയ്ക്കുന്നത്. അപ്പോൾ അത് 2 പാക്കറ്റും പാല് തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ ഇളക്കി ഇരുന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്. ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാളനും ഇഞ്ചും പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലൊന്നും പിള്ളേരൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ. അവർക്ക് പച്ചക്കറിയോട് അത്ര തീരെ താല്പര്യമില്ല. സ്ത്രീയോടാണെങ്കിൽ തൊട്ട് പോലും നോക്കില്ല. ലച്ചുവിന് അവിയലും അതുപോലെ സാമ്പാറും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ മുറിച്ച് ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. വയലറ്റ് ചോറിനാ ഭക്ഷണം കഴിക്കാണ് കേട്ടാ. ചേട്ടൻ ഓട്ടത്തിന് പോയി എടുക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് കഴിച്ചോളും. അപ്പൊ 1 മണിക്ക് അതിൻ്റെ ഇപ്പൊ കഴിക്കാൻ നല്ല രംഗത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തിന്നണത്. ലച്ചുവിന് പതിവില്ലാത്തൊരു വാശിയാണ്. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് ഓട്ടം ഉണ്ടായിരുന്നു, കാലത്ത് പോയതാണ് ആൾ. എന്നിട്ട് വൈകുന്നേരം ഒരു 5 മണി 6 മണിക്കാണ് സമയത്താണ് ആൾ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഉള്ളിൽ കയറി തൊഴണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിലൊക്കെ കയറി തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് ഇതാ ഗുരുവായൂർ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ.
നിൽക്കണ്ട. ആ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.